സ്കിന്നിന്റെ കളർ ഏകദേശം ഒരു 1 to 2 ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബെസ്റ്റ് ആണ് കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളിവിടെ മഴയൊക്കെ ആയിട്ട് ഇന്നലെ തൊട്ട് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. തുടങ്ങുന്നതിന് മുന്നേ എന്നെ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സ്കിൻ കെയർ ജേണി, എനിക്കൊരു മാറ്റം, എനിക്കൊരു ട്രാൻസ്ഫർമേഷൻ ഒക്കെ വേണം എന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് വായിച്ച് മനസ്സിലാക്കി റിസർച്ച് മീൻസ് അങ്ങനെയല്ലടാ, കുറേ കാര്യങ്ങൾ കണ്ട് കേട്ട് എഴുതി അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിശദീകരിച്ച് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ സെർച്ച് ചെയ്ത് പഠിച്ച ഒരു കാര്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എന്നോണം അതിൻ്റെ യൂസേജും ഡിസഡ്വാൻറ്റേജും അതെങ്ങനെ യൂസ് ചെയ്യാം, അത് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ്, എന്ത് ബെനിഫിറ്റ്സ് ആണ് തരുന്നത്, അതിൻ്റെ സൈഡ് എഫക്ട്സ്, കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഇന്നത്തെ പ്രോഡക്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഇദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഏകദേശം പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജലദോഷം വരുമ്പോഴത്തേക്ക് ആവി പിടിക്കുന്ന ആ ഗുളികയല്ല കേട്ടോ, ആ ഒരു ടാബ്ലറ്റിന്റെ രൂപയാണ് നിങ്ങൾക്ക് ഉണ്ടാവും കാണുമ്പോഴത്തേക്ക്. ഇത് അതല്ല, ഇത് വരുമ്പോഴത്തേക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കണ്ടോ. നമുക്കിത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തരും, ഇവിയോൺ എന്ന് പറയും. അപ്പം ഞാൻ ഇത് ഏകദേശം ഒരു 5 to 6 years മുന്നേ, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പിക്ക് ഇവിടെ കൊടുക്കാം. ഈ ഒരു സമയത്ത് ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ യൂസ് ചെയ്ത് എടാ നമുക്ക് ഭയങ്കര ഒരു റിസൾട്ട് നമുക്ക് പറയത്തില്ലേ, നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് ആ റിസൾട്ട് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അടിപൊളിയായിട്ട് അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും പറയാനില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുവാണ്, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു തരാം അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അപ്പം ഞാൻ എൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി, സ്കിന്നിൽ തന്നെ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ഞാനിത് തുടങ്ങിയ സമയത്ത് എൻ്റെ സ്കിൻ കെയർ ജേണിയിൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇതിനൊരു 25 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിന് ഏകദേശം ഈ ഒരു ശേഷം ഇത് ഇത്ര വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50 രൂപ അത്ര എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഞാനിത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇതൊരു ജെല്ലി, ഒരു നമ്മുടെ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ വരുന്നത് കണ്ടോ. ഇങ്ങനത്തെ ഒരു നമ്മുടെ ഒരു ഓയിൽ പോലെ, ഇതിനകത്ത് ഇങ്ങനെ ഓയിൽ പോലെ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. ഇങ്ങനെ ഒരു ഓയിൽ പോലെ ഇങ്ങനെ ഇതിനകത്ത് ഉണ്ടാവും. ഇത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക കണ്ടോ. ത്തേക്ക് ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഇതെങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അൺഈവൻ സ്കിൻ അങ്ങനെയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് കേട്ടോ. % വിറ്റാമിൻ ഇ എന്ന് ഞാൻ പറയുന്നില്ല, ഇതിനകത്തുള്ളത് 100% വിറ്റാമിൻ ഇ അല്ല, മിക്സിംഗ് ആണ് കേട്ടോ, ഓയിലിൻ്റെ മിക്സിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ, ആൻറ്റി ഏജിങ് അതിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ കളർ ഏകദേശം ഒരു 1 to 2 ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബെസ്റ്റാണ് കേട്ടോ. നമ്മളത് യൂസ് ചെയ്യുന്ന രീതി അതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ സെൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിന് മുഴുവൻ സെൽസ് ആണല്ലോ, സെൽ ഡാമേജ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് സ്കിന്നിൽ ഓരോ ഇഷ്യൂസ് കാര്യങ്ങൾ, നമുക്ക് ക്യാൻസർ വരെ ഉണ്ടാകുന്നത് സെൽ ഡാമേജ് ആകുമ്പോഴത്തേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനും സ്കിന്നൊരു ആ ഒരു ഇത് മാറിക്കിട്ടാൻ വേണ്ടി ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കി സ്കിന്നൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ഹെയറിലും യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഹെയറിൽ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് അലോവേര ജെൽ പ്ലസ് ഇവിയോൺ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 ഇവിയോൺ നമ്മുടെ ഹെയറിന് എത്രയാണ് വേണ്ടേ അത്ര മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. മുടിയൊക്കെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഏകദേശം ഇവിടുത്തെയുള്ള ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ തേച്ച് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അടി വളരാനും അങ്ങനെയൊക്കെ. നമ്മൾ മിക്കവരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഐബ്രോ ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം നിങ്ങൾക്ക്. ഐബ്രോയുടെ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഐബ്രോ എങ്ങനെയാണെന്ന് ഞാൻ ഇത്
യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഹെയർ ഗ്രോത്ത്, അതായത് ഐബ്രോയുടെ ഗ്രോത്ത് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ, നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. വേറെ ഇഷ്യൂസ് കാര്യങ്ങളും ഇല്ലാത്തവർക്ക് ഐബ്രോ വളരാൻ വേണ്ടി ഞാൻ എന്ന് രാത്രി എൻ്റെ എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. ഐബ്രോ വളരാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിനും അടിപൊളിയാണ്. പിന്നെ അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഓയിലി സ്കിന്നുള്ളവർ ഇതിൻ്റെ അടുത്ത് പോലും പോകരുത്. എന്തെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഓയിലാണ് ഇതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നല്ല തിക്കാണ്. നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് സ്കിൻ മോയ്സ്റ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ലതായിട്ടിരിക്കും സ്കിൻ. ഇങ്ങനെ ഈ ഒരു ഡ്രൈ അതൊക്കെ അങ്ങ് മാറിയിട്ട് സ്കിന്നൊക്കെ അടിപൊളി നല്ലൊരു മോയ്സ്ചറൈസറാണ് വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ അടുത്ത് പോലും പോകരുത്. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒരു 24 hours ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുക. ഓയിലി സ്കിന്നുള്ളവർക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ എടുത്ത് പറയുകയാണ്, ഓയിലി സ്കിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് സിവിയറായിട്ട് ചിലപ്പോൾ പിമ്പിൾസും അഗ്നയൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഹാർട്ടിന് പ്രശ്നമുള്ളവരോ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ എന്തെങ്കിലും സർജറി ിട്ടുള്ളവരോ ഇത് യൂസ് ചെയ്യരുത്. അത് കഴിക്കുന്നത് പോലെ തന്നെ പുറത്തും യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്യട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. എന്തിൻ്റെങ്കിലും കൂടിയിട്ട് മിക്സ് ആക്കി മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്. നമ്മുടെ എന്തെങ്കിലും ഓയിലോ, നമ്മുടെ കോക്കനട്ട് ഓയിലോ, ആൽമണ്ട് ഓയിൽ, അങ്ങനെ എന്തെങ്കിലും ഓയിൽ നമ്മുടെ ഐബ്രോയിലാണെങ്കിൽ നമുക്ക് ആവണക്കെണ്ണ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഐബ്രോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അങ്ങനെ എന്തിൻ്റെങ്കിലും കൂടി മിക്സ് ചെയ്ത് മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാവൂ കേട്ടോ. അതേപോലത്തെ തന്നെ സൈഡ് എഫക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ചിലർക്ക് നല്ലതായിട്ട് ഹെയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫേസിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല ഈ താടി ഏരിയ വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് കൂടുതലുണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഇതെന്ന് ഇവിയോൺ എന്ന് പറയുമ്പോൾ വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹെയർ ഗ്രോത്ത് കൂടുതലുള്ളവർ ഇത് അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്ത് കേട്ടോ. കൂടുതലായിട്ടൊന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. പിന്നെ ഞാൻ അതിന് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇതിൻ്റെ ഒരു കുറച്ച് പാക്കുകൾ 2-3 പാക്കുകൾ ഞാൻ യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഇബിയോണും അലോവേര ജെല്ലും കൂടിയിട്ട് മിക്സ് ചെയ്യുക, ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക, രാത്രിയിൽ കടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഒരുപാട് നാൾ ഇങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു കേട്ടോ. അലോവേര ജെല്ല് പ്ലസ് ഇബിയോൺ. ഞാൻ ഇവിയോൺ തന്നെ ഒരെണ്ണം എടുക്കത്തില്ല, ഒരെണ്ണം 2 ദിവസമായിട്ടാണ് എടുക്കുന്നത്. കുറച്ച് അലോവേര ജെൽ എടുക്കും, പകുതി ഇവിയോൺ പൊട്ടിച്ചൊഴിക്കും, ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അത് നമുക്ക് എന്തെങ്കിലും പാക്കുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കൂട്ടി ഒരു ഇവിയോൺ പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മളെ ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് അതിലൊക്കെ യൂസ് ചെയ്തിടാം. ഫസ്റ്റ് എന്തിൻ്റെയും കൂടെ മാത്രമേ യൂസ് ചെയ്യാവൂ. അതുപോലെ തന്നെ അടുത്തൊരു ഫേസ് പാക്ക് പറയുകയാണെങ്കിൽ കുറച്ച് തൈര് എടുക്കുക, കുറച്ച് തേൻ എടുക്കുക, കുറച്ച് ക്യാപ്സ്, ഈ ഒരു ഒറ്റ ക്യാപ്സിലോട് ഇതെല്ലാം കൂട്ടി പൊട്ടിച്ചിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സൂപ്പർ സാധനമാണ് കേട്ടോ. ഈ ഒരു നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിട്ട് വലിഞ്ഞി ചുളിവുകൾ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. 2 ദിവസം യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് വരെ കാര്യമൊന്നുമില്ല. സ്കിൻ കെയർ അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ രഹസ്യം പറഞ്ഞോയോ, അങ്ങനെ ഇത് പറഞ്ഞോ, ഇങ്ങനെ എനിക്കങ്ങ് പ്രത്യേകിച്ച് രഹസ്യം കാര്യങ്ങളൊന്നും പറയാനില്ല. കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത ഒരു കാര്യം, മെയിനായിട്ട് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഇവിയോൺ എന്ന് പറയുമ്പോഴത്തേക്കും. കാണുമ്പോഴത്തേക്കും അറിയായിരിക്കും, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു മസ്റ്റ് ഹാവ് എന്ന് പറയാം. എൻ്റെ ഒരു സ്കിൻ കെയർ ജേണിയിൽ അതിലൊരു യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇവിയോണിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കിന്നെ വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു പോയിന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ എന്തായാലും കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടനും കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.